പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. വനിതാ കായിക ഇനങ്ങളിൽ നിന്ന് ട്രാൻസ്ജെൻഡറുകൾക്ക് വിലക്കേർപ്പെടുത്തിയ US. ഇതുമായി ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. വനിതാ അത്ലറ്റുകളുടെ അഭിമാനകരമായ പാരമ്പര്യത്തെ സംരക്ഷിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. സ്ത്രീകളെയും പെൺകുട്ടികളെയും തല്ലാനും പരിക്കേൽപ്പിക്കാനും വഞ്ചിക്കാനും പുരുഷന്മാരെ അനുവദിക്കില്ല. വനിതാ കായിക വിനോദങ്ങൾ സ്ത്രീകൾക്ക് മാത്രമായിരിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. ട്രാൻസ്ജെൻഡർ അത്ലറ്റുകൾക്ക് വനിതാ ടീമുകളിൽ മത്സരിക്കാൻ അനുവദിക്കുന്ന സ്കൂളുകൾക്ക് ഫെഡറൽ ഫണ്ട് നിഷേധിക്കാൻ സർക്കാർ ഏജൻസികൾക്ക് അധികാരം നൽകുന്നതാണ് ഉത്തരവ്. 2028 ലോസ് ആഞ്ചൽസിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ ട്രാൻസ്ജെൻഡർ അത്ലറ്റുകളുടെ നിയമങ്ങൾ മാറ്റാൻ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയെ പ്രേരിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞു. വനിതാ അത്ലറ്റുകളാണെന്ന് സ്വയം പരിചയപ്പെടുത്തി വഞ്ചനാപരമായി US പ്രവേശിക്കാൻ ശ്രമിക്കുന്ന പുരുഷന്മാരുടെ വിസ അപേക്ഷകൾ നിരസിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദിയിൽ സ്കൂട്ടർ ലൈസൻസ് നേടാൻ ഇനി 17 വയസ്സ് തികയണം. പുതിയ നിയന്ത്രണങ്ങൾ പുറത്തിറക്കി ഗതാഗത വകുപ്പ്. മെയിൻ റോഡുകളിലും പ്രത്യേകം നിശ്ചയിച്ചതല്ലാത്ത ട്രാക്കുകളിലും സൈക്കിളുകളും സ്കൂട്ടറുകളും ഉപയോഗിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തി. സ്കൂട്ടറുകളും സൈക്കിളുകളും ഓടിക്കുന്നവർ റിഫ്ലക്ടറുള്ള ഹെൽമറ്റും അനുയോജ്യമായ വസ്ത്രങ്ങളും പാദരക്ഷകളും ധരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സ്കൂട്ടർ ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ, ഇയർഫോൺ എന്നിവ ഉപയോഗിക്കാൻ പാടില്ല. സാറ്റലൈറ്റ് മാപ്പുകൾ വഴി പ്രോഗ്രാം ചെയ്തുകൊണ്ട് സ്കൂട്ടറുകളുടെ സഞ്ചാരം പ്രത്യേകം നിശ്ചയിച്ച ട്രാക്കുകൾ വഴിയാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകർക്ക് UAE നൽകുന്ന ബ്ലൂ റെസിഡൻസി വിസയ്ക്ക് അപേക്ഷിക്കാമെന്ന് അധികൃതർ. പരിസ്ഥിതി സംരക്ഷണത്തിന് നൽകിയ സംഭാവനകളും നേട്ടങ്ങളും തെളിയിക്കുന്ന രേഖകൾ ഇതിനായി അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയുടെ ഓൺലൈൻ സേവന പോർട്ടൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. പരിസ്ഥിതി സംരക്ഷണ മേഖലയിൽ അസാധാരണമായ സംഭാവനകളും പരിശ്രമങ്ങളും നടത്തിയ വ്യക്തികൾക്കാണ് ഈ വിസ നൽകുക. പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദാണ് പുതിയ വിസ അംഗീകരിച്ചത്. പരിസ്ഥിതി സംരക്ഷണം, കര, കടൽ എന്നിവയുടെ സംരക്ഷണം, വായു ഗുണനിലവാരം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലെ വ്യക്തികളുടെ സംഭാവനകൾ പരിഗണിച്ചായിരിക്കും വിസ അനുവദിക്കുക. 2024 സുസ്ഥിരതയുടെ വർഷമായി പ്രഖ്യാപിച്ച പ്രസിഡന്റിന്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് UAEയുടെ നടപടി. അതോടൊപ്പം UAEയിലെ പരിസ്ഥിതി മേഖലയിലെ ശ്രമങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നിലനിർത്തുന്നതിനുമാണ് ബ്ലൂ റെസിഡൻസി വിസയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിന് യോഗ്യരായ ആളുകൾക്ക് തിരിച്ചറിയൽ, പൗരത്വം, കസ്റ്റംസ്, തുറമുഖ സംരക്ഷണം എന്നീ വകുപ്പുകളുടെ അധികാരികൾ മുഖേന ദീർഘകാല റെസിഡൻസി വിസയ്ക്കായി അപേക്ഷകൾ സമർപ്പിക്കാം. കൂടാതെ ബന്ധപ്പെട്ട അധികൃതർക്ക് ഇതിന് അർഹരായവരെ നാമനിർദ്ദേശം ചെയ്യാനും സാധിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAEയിൽ വിദേശ വ്യാപാരം 3 ലക്ഷം കോടി രൂപ പിന്നിട്ടു. സെബ കരാറുകൾ എണ്ണ ഇതര വ്യാപാരം വർദ്ധിക്കാൻ സഹായിച്ചു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത്. ലോകരാജ്യങ്ങളുമായുള്ള UAEയുടെ സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് നടത്തിയ ശ്രമങ്ങളുടെ വിജയമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. 2024 ആഗോള വ്യാപാരം വെറും 2% വളർന്നപ്പോഴാണ് UAEയുടെ വിദേശ വ്യാപാരം 7 മടങ്ങ് വികസിച്ചത്. മുൻവർഷത്തെ അപേക്ഷിച്ച് വിദേശ വ്യാപാരം 14.6% വളർച്ച കൈവരിച്ചു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുമായി ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക സഹകരണ കരാർ എണ്ണ ഇതര വ്യാപാര മേഖലയിൽ മുന്നേറ്റത്തിന് സഹായിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.